പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രവർത്തകരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സത്യസായി സേവാ സംഘടനയുടെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു സാർ, അതുപോലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ ശ്രീ സുരേന്ദ്ര സാർ, അതുപോലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ മഹിള ശ്രീമതി ശ്രീദേവി, അതുപോലെ നമ്മുടെ ശ്രീ സത്യസായി സേവാ സംഘടനയുടെ EHV ഫാക്കൽറ്റി ശ്രീ ശ്രീവത്സൻ സാറ്, സ്റ്റേറ്റ് POC ശ്രീവത്സൻ സാറ്, അതുപോലെ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ ശ്രീ OP സഞ്ജീവ് കുമാർ, അദ്ദേഹവും പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് POC ആണ്. മറ്റ് ഫാക്കൽറ്റീസിന് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ വിനോദ് ബാബു സാറിനെ ഭഗവത് നാമത്തിൽ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ജയ് സായി. ഓം ശ്രീ സായിറാം. ततो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतं गमया. शांति शांति शांति. വേനൽക്കാലത്ത് പഠനശിബിരം ഒരുക്കുന്നത് 3 കാര്യങ്ങൾ പറയുന്നത് 15 മിനിറ്റ്. ഒന്ന്, അത് പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു കഥ. അത് ബുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബുദ്ധൻ തൻ്റെ 500 പരം പഴയ ജന്മങ്ങളെ ഓർത്തെടുക്കാനുള്ള കഴിവ് നേടിയ ഒരു മഹാപുരുഷനായിരുന്നു ബുദ്ധൻ. അതിൽ കൊക്കായി, മാനായി, മന്ത്രിയായി, രാജാവായി, കുയിലായി, മയിലായി, ആനയായൊക്കെ തൻ്റെ 546 പ്രീവിയസ് ബർത്ത് റീകോൾ ചെയ്യാൻ ഉള്ള കേപ്പബിലിറ്റി ബുദ്ധനുണ്ടായിരുന്നു. അത് തൻ്റെ प्रणो देवी सरस्वती वाजेभिर्वाजनीपति हे नाममित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओम्. शान्ति शान्ति शान्ति. ഈ പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വിനോദ് ബാബു സാർ, നമ്മുടെ VP സമിതിയിലെ കൺവീനർ അനിൽകുമാർ സാർ, അടുത്ത നമ്മുടെ സെഷൻ എടുക്കുന്ന നമ്മുടെ EHVയുടെ ഡിസ്ട്രിക്ട് ഇൻചാർജ് സുരേന്ദ്ര സാർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവർക്കും, എന്നെ ഞങ്ങളെ കേൾക്കാനിരിക്കുന്ന കൊച്ചുമക്കൾക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകണമെന്നും കൂടി പ്രാർത്ഥിക്കുന്നു. സായി. സെൽഫ് കോൺഫിഡൻസ് ആണ്, അതാണ് എനിക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റ്, സെൽഫ് കോൺഫിഡൻസ്. ആരൊക്കെയാണ് മിടുക്കികൾ? ഇരിക്കുന്നത് മിടുക്കികൾ ആരൊക്കെയാണ്? കൈ ഉയർത്തിക്കുക. മിടുക്കികൾ കേൾക്കാം, എന്നെ കേൾക്കാമോ?
എനിക്ക് ഓക്കെ. മിടുക്കികളായിട്ടുള്ള ഒരു കൈ കൊടുത്തിരിക്കുക. മിടുക്കികൾ ഒരു മിടുക്കിയുണ്ട്. വെരി ഗുഡ്. ഭഗവാന്റെ സൃഷ്ടിയിൽ നമ്മൾ ഓരോരുത്തരും മിടുക്കന്മാരും മിടുക്കികളാണ്. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ ആകാം. സംശയമുണ്ടോ? ഇല്ല. വെരി ഗുഡ്. കണ്ണുണ്ടോ? കണ്ണുണ്ടോ? എന്താ പേര്? ശിവാനി. അതാണോ കണ്ണിൻ്റെ പേര്? അല്ല, ശിവാനിക്ക് 2 കണ്ണുകളുണ്ട്. ഈ കണ്ണുകൾ എന്തിനാ ശിവാനി? ഈ കണ്ണുകൾ എന്തിനാ ശിവാനിക്ക്? നോക്കൂ, എൻ്റെ മുഖത്ത് നോക്കി. ഇത് അനാവശ്യം പറഞ്ഞു. കണ്ണ് കാണാനൊന്നും, നാവ് രുചിച്ചറിയാനും പറയാനും വേണ്ടിയിട്ടല്ല. മൂക്ക് മണക്കറിയാൻ. കണ്ടു. പട്ടാളക്കാര് അത്ഭുതപാലല്ലേ, ഭയങ്കരമായ തേജസ്. അവരെല്ലാം തൊഴുതു. എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞു, അമ്മയെ രക്ഷപ്പെട്ടോളൂ. പട്ടാളക്കാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഞങ്ങളുടെ ഇപ്പം തന്നെ 4 റൗണ്ട് വന്നു കഴിഞ്ഞു. കുഞ്ഞിനെ കൊണ്ട് ആരെങ്കിലും പോകണമെന്നുണ്ടോ? ഒരു കുഞ്ഞ് ഇതുവഴി പാസ് ചെയ്യുന്നത് കൊണ്ടോ, അമ്മ ആരെങ്കിലും കുഞ്ഞിനെ ഇതുവഴി കൊണ്ടുപോകുന്നത് കൊണ്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് എപ്പോഴാണ് അവർ വരുമെന്ന് പറയാൻ പറ്റില്ല. രക്ഷപ്പെട്ടോളൂ, രക്ഷപ്പെട്ടോളൂ, രക്ഷപ്പെട്ടോളൂ എന്ന് പറയാം. അപ്പൊ അമ്മ മറിയം ഈ കർഷകരോട് ഒരു കാര്യം പറഞ്ഞു. നോക്കൂ, ഞാൻ പോയാൽ പട്ടാളക്കാർ വീണ്ടും വരും. നിങ്ങളൊന്ന് വീണ്ടും ചോദ്യം ചെയ്യും. മനസ്സിലായോ? ഒരു കുഞ്ഞിനെ കൊണ്ട് ആരെങ്കിലും പാസ് ചെയ്തോ എന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ കള്ളം പറയരുത്. കള്ളം പറയരുത്. സത്യമേ പറയാം. സത്യം പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ രക്ഷപ്പെട്ടു പോയി. അമ്മ പറഞ്ഞ മാതിരി അവരൊക്കെ പാസ് ചെയ്ത് പോയ സമയത്ത് പട്ടാളക്കാർ അടുത്ത റൗണ്ട് പറഞ്ഞു. മനസ്സിലായോ? വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാം. കുഞ്ഞിനെ കൂടെ ആരെങ്കിലും പോകുന്നത് കൊണ്ടോ പാസ് ചെയ്തോ? അത് പറഞ്ഞു പാസ് ചെയ്തോ. കള്ളം പറയേണ്ടതെന്ന് പറഞ്ഞിരിക്കുകയില്ലേ. അമ്മ മറിയം പറഞ്ഞ വാക്ക് ഇങ്ങനെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങുകയാണ്. കള്ളം പറയാൻ പാടില്ല. അമ്മ പറഞ്ഞതാണ് കള്ളം പറയരുത്. ഞങ്ങൾ കണ്ടു. ഇതൊന്നും ഒരു ലീഡറിന് പാടില്ലാത്ത ദുശീലങ്ങളൊക്കെയാണ്. അത് നമ്മൾ ഷഡ് വൈദ്യർ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടെന്നറിയാം. ഷഡ് എന്ന സംസ്കൃത പദമാണ്. 6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ ഉള്ളിലും, എല്ലാ മനുഷ്യരുടെ ശത്രുക്കളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഷഡ്വൈരികൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ബാലവികാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബാലവികാസ് ഗുരുസ് പറഞ്ഞിട്ടുണ്ടാവും. യെസാർന്നോ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അറിയാം അല്ലേ? അപ്പൊ ഈ ഷഡ്വൈരികൾ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള 2-3 കാര്യങ്ങളൊക്കെ നമുക്ക് കുശിപ്പൊക്കെ ഉണ്ടാവും അല്ലേ? നമ്മുടെ കൂട്ടുകാരാണ് സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് 100